എക്സിബിഷൻ വളരെ ഹൃദയസ്പർശിയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ മതേതരത്വം, ജനാധിപത്യം, സെക്യുലറിസം ഈ വിഷയങ്ങളിലെല്ലാം ഭീകരമാംവിധം ത്രട്ട് നേരിടുന്ന ഈ സമയത്ത് ഏതൊരു ഇന്ത്യൻ പൗരനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വളരെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ ഗോപികൃഷ്ണൻ, സുധീഷൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ രാജ്യം ഈ ബ്രിട്ടീഷ് സാമ്രാജ്യം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് എത്രത്തോളം ത്യാഗം സഹിച്ചാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നുള്ളത് കഴിഞ്ഞ തലമുറയ്ക്ക് കുറച്ചൊക്കെ അനുഭവവേദ്യമാണ്. എന്നാൽ പുതിയ തലമുറയ്ക്ക് ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു ആശയത്തെ, മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയല്ല, മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരു ആശയമാണ്. ആ ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ, ആ ആശയത്തെ തുടച്ചു നീക്കാൻ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മഹാത്മാഗാന്ധിക്കെതിരെ, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾക്കെതിരെ നിലകൊണ്ടവർ ഇന്ന് അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ഏറ്റെടുക്കാനല്ല, അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ടുള്ള നേട്ടങ്ങൾ ഏറ്റെടുക്കാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന സമയത്ത് യഥാർത്ഥ ഗാന്ധി ഇന്ത്യയെ ഐക്യപ്പെടുത്തി നിർത്തിയ ഗാന്ധി എന്താണ്, എങ്ങനെയാണ്, എന്തായിരുന്നു എന്ന് സമൂഹത്തിലേക്ക് മെസ്സേജ് പാസ് ചെയ്യാൻ ഈ ഒരു എക്സിബിഷൻ എന്തുകൊണ്ടും ഗുണപ്രദമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ രാജ്യത്ത് വിവിധ വർഗവർണ്ണ മതവിഭാഗങ്ങൾ ജീവിക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് വൈവിധ്യമാർന്ന മേഖലയിൽ വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങൾ, വിവിധ ആചാരങ്ങൾ, വിവിധ വിശ്വാസങ്ങൾ, വിവിധ മതങ്ങൾ, ഇത്ര കണ്ട് ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യം ലോകത്തില്ല. ഇവർക്കെല്ലാം ഐക്യപ്പെടാൻ, ഇവർക്കെല്ലാം ചേർന്ന് നിൽക്കാൻ, സമീപിക്കാൻ ഒരേ ഒരു ശക്തിയുള്ളൂ, അതാണ് മഹാത്മാഗാന്ധി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതൊരാശയമാണ്. അപ്പോൾ ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. തുടർന്നും ഈ രാജ്യത്തിൻ്റെ, നമ്മുടെ ദേശത്തിൻ്റെ, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാഭാരതത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള മഹത് കർമ്മങ്ങൾ മുന്നോട്ട് വെച്ച നമ്മുടെ സുധീഷിനെയും ഗോപികൃഷ്ണനെയും അങ്ങേയറ്റം അഭിനന്ദിക്കുകയും ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്യുന്നു. നന്ദി.